ഹായ് ഫ്രണ്ട്സ്, യാമസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള സോയാബീൻ ഉലർത്താണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് സോയാബീൻ ചങ്ക്സ് ആണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്, എന്നിട്ട് വെള്ളം ഊറ്റി കളഞ്ഞതാണ്. ഇനി 2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുരുമുളക് പൊടിയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികൾ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുന്ന സോയാബീനെ ഇട്ട് കൊടുക്കുവാണ്. ഇനി നന്നായിട്ട് ഇത് കൈ കൊണ്ടുവന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് ഇതിലിത് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം. ആ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന ഈ സോയാബീൻ ചങ്ക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങനെ മുറുകി അങ്ങോട്ട് പോവണ്ട, ഒരു സോഫ്റ്റിൽ തന്നെ നമുക്കൊന്ന് എടുക്കാം. ഒരുവിധം ഒന്നായി വരുമ്പോഴത്തേനും നമുക്കിത് എണ്ണയ്ക്കകത്ത് കോരിയെടുക്കാം കേട്ടോ. കറും മുറി അങ്ങോട്ട് ഉണങ്ങി പോകാൻ നിൽക്കണ്ട. ഈ ഒരു ലെവലാകുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് മുഴുവൻ ഞാനൊന്ന് വറുത്തെടുക്കട്ടെ. ഇനി ആ വറുത്ത ഓയിലാണ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് മിക്സിക്കകത്ത് ചതച്ചെടുത്തതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടാണ് സോയാബീൻ ചങ്ക്സ് വറുത്തേക്കുന്നത് കേട്ടോ. ഇനി പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ 2 തക്കാളിക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുവാണ്. ടൊമാറ്റോ സോസ് ചേർത്താലും മതി കേട്ടോ. ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കാ ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില ചെറുതാക്കി എറിഞ്ഞിട്ട് ഇതിന് മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റുള്ള സോയാബീൻ ചങ്ക്സ് ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.